മൂന്നാറിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മൂന്നാറിലും വാഗമണിലും വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കി ഭൂമി തട്ടിയെടുക്കുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ കയ്യേറ്റം നടക്കില്ല. വ്യാജ പട്ടയങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും കോടതി. ഗൂഢാലോചനയും അഴിമതിയും അന്വേഷിക്കാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയമിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, എന്തൊക്കെയാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ? ശ്രുതി, മൂന്നാറിലെയും വാഗമണിലെയും കയ്യേറ്റങ്ങൾ സംബന്ധിച്ചാണ് ഈ കേസുകൾ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ ഉയർത്തുന്നത്. വ്യാജ പട്ടയങ്ങൾക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്നാണ് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചത്. വലിയ വിസ്തൃതിയിലുള്ള ഭൂമി വ്യാജ പട്ടയങ്ങൾ വഴി തട്ടിയെടുത്തു. ഇത് സർക്കാരിന്റെ രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ന കാര്യവും ഹൈക്കോടതി പരാമർശിച്ചു. മൂന്നാറിലും വാഗമണിലും നിരവധിയായ വ്യാജ പട്ടയങ്ങളുണ്ടാക്കി. സർക്കാരിന്റെ രേഖകളിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. വ്യാജ പട്ടയങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നു എന്ന കാര്യവും കൂടി ഹൈക്കോടതി പരാമർശമായി വിമർശന വിധേയമായി പറയുകയും ചെയ്തു. ഒപ്പം ഈ വ്യാജ പട്ടയങ്ങൾ ഗൂഢാലോചനയിലൂടെ തയ്യാറാക്കിയതിന് പിന്നിൽ വലിയ മാഫിയ ഓപ്പറേഷൻ തന്നെ ഉണ്ട് എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചത്. ഇതിന്മേൽ എന്ത് അന്വേഷണമാണ് നടത്തിയതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവർത്തിച്ച് സർക്കാരിനോട് ചോദിച്ചു. ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന കാര്യമാണ് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ മറുപടി. മാത്രമല്ല, ഇതിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന കാര്യവും കൂടി DGP വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാജ പട്ടയങ്ങളിന്മേൽ തുടരന്വേഷണം നടത്തും എന്ന കാര്യമാണ് റവന്യൂ വകുപ്പ് ഹൈക്കോടതി അറിയിച്ചത്. നേരത്തെ കഴിഞ്ഞ ദിവസം ഇന്നലെ മകൈനം റിസോർട്ടുമായി ബന്ധപ്പെട്ട് മകൈനം റിസോർട്ടിന് കൃഷിഭൂമിയിൽ റിസോർട്ട് നിർമ്മിക്കാൻ NOC ആവശ്യമില്ല എന്ന ഒരു ഉത്തരവ് നേരത്തെ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്മേൽ ഷീബ ജോർജിനെതിരെ അന്വേഷണം നടത്തണമെന്ന കാര്യം സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യം, കൃഷിക്ക് പട്ടയമുള്ള ഭൂമിയിൽ റിസോർട്ട് അനുവദിച്ചത് എന്തിന് എന്ന കാര്യമാണ് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കൂ എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരായ ഉത്തരവിൽ മാറ്റം വരുത്തും എന്ന കാര്യവും കൂടി ഹൈക്കോടതി പറഞ്ഞു. മൂന്നാറിലെ വ്യാജ പട്ടയങ്ങളിൽ അതിന്റെ അഴിമതി, ക്രിമിനൽ ഗൂഢാലോചന എന്നിവ അന്വേഷിക്കാൻ വേണ്ടിയാണ് പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയമിക്കുന്നത്. ഇത് അമിക്കസ് ക്യൂറിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഇത്തരമൊരു പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയോഗിക്കാൻ ഹൈക്കോടതി തീരുമാനമെടുത്തത്. അതിന്മേലുള്ള നിർദ്ദേശം നൽകാൻ സർക്കാരിനോട് സംസ്ഥാന പോലീസ് മേധാവിയോട് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. കാരണം ഇതിന്മേൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ തലത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അഴിമതിയും ഒപ്പം ക്രിമിനൽ ഗൂഢാലോചനയുമാണ്, ക്രിമിനൽ കുറ്റങ്ങളാണ് അന്വേഷിക്കുന്നത് എന്നതുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് ഇക്കാര്യത്തിലൊരു ടീമിനെ നിർദ്ദേശിക്കാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അതിൽ ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യം, റവന്യൂ ഉദ്യോഗസ്ഥർ കൂടി ഈ ടീമിൽ ഉണ്ടാകണം എന്ന നിർദ്ദേശവും കൂടി നൽകി. 3 ആഴ്ചക്കുള്ളിൽ ഇതിന് മറുപടി നൽകാം എന്ന് സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. അമിക്കസ് ക്യൂറി ഹരീഷ് വാസുദേവൻ ഹൈക്കോടതി അറിയിച്ച ഒരു കാര്യം, ഈ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജ പട്ടയങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് അതിന്റെ നൂലാമലകൾ മാറ്റിയെടുക്കാനുള്ള ഒരു വലിയ സംഘം തന്നെ ഇടുക്കി കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘങ്ങളിൽ പ്രധാനികളായിട്ടുള്ളത് മുൻ റവന്യൂ ഉദ്യോഗസ്ഥരാണ്. വില്ലേജ് ഓഫീസുകളിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നും ഒക്കെ വിരമിച്ച മുൻ തഹസിൽദാർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇതൊരു സമാന്തര ജില്ലാ ഭരണകൂട സംവിധാനമായി പ്രവർത്തിക്കുന്നുവെന്നുമാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതി അറിയിച്ചത്. ശരി, മൂന്നാറിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.